കാട്ടാന ആക്രമണങ്ങൾക്ക് പുറമെ വന്യജീവി ശല്യ ഭീഷണിയിൽ മലയോര മേഖല. നിരവധി പഞ്ചായത്തുകളിലാണ് കാട്ടുപന്നി, മലയണ്ണാൻ, കുരങ്ങ്, മയിൽ, മുള്ളൻപന്നി എന്നിവയുടെ ശല്യം നേരിടുന്നത്. കാടിറങ്ങി വരുന്ന വന്യജീവികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് മലയോര മേഖലയിലെ ജനങ്ങൾ. കൊട്ടിയൂർ, കേളകം, കണിച്ചാർ പഞ്ചായത്തുകളിലാണ് കാട്ടുപന്നി, മലയണ്ണാൻ, കുരങ്ങ്, മയിൽ, മുള്ളൻപന്നി എന്നിവയുടെ ശല്യം രൂക്ഷമായിട്ടുള്ളത്. ആനമതിലിന്റെ ഉയരം കുറഞ്ഞ സ്ഥലത്തുകൂടെയും ആനമതിൽ തകർന്ന ഭാഗത്തുകൂടിയും കയറിവരുന്ന കാട്ടാനകളും ആളുകൾക്ക് വലിയ ഭീതിയാണ് ഉയർത്തുന്നത്. കപ്പ, ചേന, ചേമ്പ് മുതലായവ കാട്ടുപന്നികൾ നശിപ്പിക്കുമ്പോൾ അടയ്ക്കയും തേങ്ങയുമെല്ലാം കുരങ്ങുകളാണ് നശിപ്പിക്കുന്നത്. വന്യജീവി ശല്യത്താൽ പലരും വീട് വരെ ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പൊ തന്നെ കുരങ്ങ് ഒരു പറമ്പിൽ നിന്ന് ഒരു 100 കുരങ്ങ് ഡെയിലി ദിവസം നമ്മൾ പടക്കം പൊട്ടിച്ച് ഓടിക്കണം. പണ്ട് കാലത്തൊന്നും ഇത്രയില്ല. അന്നേരം ചേട്ടായി അന്നേരം മുകൾ ഭാഗത്ത് ആൾക്കാർ താമസമുണ്ട്. മുകൾ ഭാഗത്തേക്ക് ഇപ്പൊ മറ്റേ വീടുകൾ ഉള്ളതിനൊക്കെ കൂടുതൽ പൂട്ടിക്കിടക്കുന്ന വീടുകളാണ് കൂടുതൽ. നോക്കിയിട്ട് ആൾക്കാർ താഴോട്ട് കുറെ വരുന്നവരുണ്ട്. ഒരു 2 വീലർ മേടിച്ചാൽ പോലും അല്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചാൽ പോലും എത്തുന്നില്ല. ഒരു പണിക്ക് പോകണമെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് ഒരു പണിക്ക് പോകണമെങ്കിൽ പോലും വലിയ പൈസ എമൗണ്ട് മുടക്കുമായിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്യും? ആ പൈസക്കുള്ള സൗകര്യത്തിന് വേറെ എവിടെയെങ്കിലും പോയിട്ട് വാടകയ്ക്ക് താമസിക്കും. ആ മുടക്കാണ് ചേട്ടാ ഇപ്പൊ എനിക്ക് സംഭവിച്ചത്. അത് സംഭവിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് വന്യജീവികൾ മെല്ലെ താഴേക്ക് ഇറങ്ങിപ്പോയി. പല മേഖലകളിലും പൂട്ടിക്കിടക്കുന്ന വീടുകളാണുള്ളത്. വന്യജീവി നശിപ്പിക്കുന്ന കാർഷിക വിളകൾക്ക് കർഷകർക്ക് നഷ്ടപരിഹാരം കിട്ടിയിട്ടും നാളുകളേറെയായി. കാലാവസ്ഥാ വ്യതിയാനത്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുപരി വന്യജീവി ആക്രമണങ്ങളും മലയോര മേഖലയിലെ കർഷകർക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.